ഫ്രണ്ട്സ്, വെൽക്കം ടു കുംബ്രൈറ്റ്സ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നെതർലാൻഡ്സിലാണ്. നെതർലാൻഡ്സിലെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളാണ് ഈ ബോഡി കാണുന്നത്. ബിൻഡ് മില്ല്, പിന്നെ ഒരു വില്ലേജ് വിസിറ്റിങ്, അവിടെയുള്ള കുറേ കാര്യങ്ങൾ, സംവിധാനങ്ങൾ, ചീസ് ഫാക്ടറി, അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഗൈഡിനെ നമുക്ക് തരും. ആ ഗൈഡിൻ്റെ കൂടെ ഡ്രൈവർ, ഗൈഡ്, പിന്നെ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഗൈഡിൻ്റെ പുറകെ പുള്ളി ബോർഡൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകും. നമ്മൾ ആ പുള്ളിനെ ഫോളോ ചെയ്ത് തന്നെ പൊക്കോണം. അതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ കയറി. ഞാനും സുധീർ ഭായും കൂടെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഫ്ലോറിൽ ഫസ്റ്റ് റോയിൽ കിട്ടി. Second rule, it is not allowed to eat inside the bus, especially with smelly food. Drinking is not a problem, just be careful about that. It will take us everywhere, so no worries about that. അപ്പം നമ്മുടെ ഗൈഡ് ടോണി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലിരുന്ന് സ്മോക്ക് ചെയ്യാനേ പറ്റാത്തുള്ളൂ, ഡ്രിങ്ക് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ അത്യാവശ്യം കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കാതെ ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുമാത്രമേ തണുപ്പ് അത്രമാത്രം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, കനാലിലെ വെള്ളമൊക്കെ നോക്കിക്കേ, ഐസാണ്, പക്ക ഐസാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതിന് മുകളിൽ കൂടെ ഓടി നടക്കാം. നടക്കുന്ന വീഡിയോയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതാണ്ട് നമ്മൾ വിൻമില്ലാണ് ആദ്യം കാണാൻ പോകുന്നത്. നമ്മൾ ബസ് കൊണ്ട് പാർക്ക് ചെയ്തു. അപ്പം പല ആവശ്യങ്ങൾക്കായാണ് അന്നത്തെ കാലത്ത് വിൻമിൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രിസിറ്റിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മില്ല് ലീഫ് കറങ്ങുന്നത് ഉപയോഗിച്ച് താഴെ അത് ഗ്രൈൻഡ് ചെയ്യുന്നതും പൊടിക്കുന്നതും എണ്ണ ഉണ്ടാക്കുന്നതും ഒക്കെ ആയുള്ള സംവിധാനങ്ങളാണ് ഈ മില്ലിലുള്ളത്. ഓരോ മില്ലും ഓരോ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പൊന്നാശാനെ ഒന്നും പറയാനില്ല കേട്ടോ. എന്തോ ഐസ് എടുത്ത് വിഴുങ്ങിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ. പക്ഷേ അടിപൊളി. ഞങ്ങളെ ഇതൊക്കെയാണ് ആംസ്റ്റർഡാമിൽ വന്ന് കണ്ടിട്ടേ പോകാവൂ എന്ന് പറയുന്നതിൽ ഒരു ഐറ്റം വിൻഡ് മില്ല്. അതിൻ്റെ സ്റ്റോറി നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ടോണി ബ്രോ ഫസ്റ്റ് കണ്ട ഒരു വിൻഡ് മില്ലിൻ്റെ താഴോട്ട് നമ്മളെല്ലാവരെയും കൂടെ വിളിച്ച് നിർത്തിയിട്ട് അവിടെയുള്ള ഓരോ വിൻഡ് മില്ലും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ഭാഗമാണ്. Walk always through here, please. Used to bring all the products that they were processing here, such as grain, wood, spices, cocoa beans, coffee beans, whatever you can imagine. And then they were processing all these products on these 800 windmills along this river. Spices, especially mustard and pepper. The second windmill is a sawmill, but at the end it makes paper. The third windmill is a windmill used to win rocks, minerals to make paint, pigments. And the fourth windmill is the one that we're visiting today. Is the oldest one on this area from 1672, and nowadays it's a peanut oil windmill. It wins peanuts to make peanut oil with that, cooking oil. ഇത് മാത്രം ബേർഡ്സ് ആണെന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇഷ്ടം പോലെ വാട്ടർ ബേർഡ്സ്. നമ്മുടെ അണ്ണ ഹാപ്പിയായി, അത് മതി. അണ്ണന് കുറേ പക്ഷിയുടെ പടം കിട്ടിയിട്ടുണ്ടേ. അണ്ണ എന്നോട് കാണിച്ചു തരണം കേട്ടോ എന്നെ കിട്ടിയത്. ഐസിങ് ആണ്, കൈ പോലും ഫോണിൽ പിടിക്കത്തില്ല. അണ്ണന് ക്യാമറ കൈ പിടിക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റിഫായി പോവാ, തണുപ്പ് കാരണം നമുക്ക് ക്യാമറ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നേ മതി, അതൊരു വല്ലാത്ത അവസ്ഥയാട്ടോ. കൈ ഐസാകുക, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതുണ്ടോ വെള്ളമൊക്കെ പക്ക ഐസാണ് കേട്ടോ, സൈഡെല്ലാം ഐസ്. അതുണ്ട്. പിന്നീട് നമ്മൾ പോയത് പീനട്ട്സ് ഓയിൽ ഉണ്ടാക്കുന്ന മില്ലിൻ്റെ ഉൾഭാഗം കാണാനായിരുന്നു. അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന തരത്തിൽ വലിയ ഇരുമ്പിൻ്റെ ചക്രവും കല്ലുകൊണ്ടുള്ള ചക്രവും ഒരുമിച്ച് മുകളിലെ വിൻഡ് കൊണ്ട് ലീഫ് കറങ്ങുന്നത് മൂലം ചെയിൻ വഴി താഴേക്ക് അതിൻ്റെ ഇതെത്തുകയും അങ്ങനെ ഈ കല്ലും അയണും കൂടെ തമ്മിൽ ചേർന്ന് കറങ്ങുന്നതിൻ്റെ ഫലമായി അതിൻ്റെ ഇടയിൽ പീനട്ട് ഇട്ട് കൊടുത്ത് അത് ഓയിലായി മാറുകയും അതായിരുന്നു അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ഔട്ട്പുട്ട് ഔട്ടിൽ നിന്ന് കിട്ടിയിരുമ്പോൾ ഒരുപാട് വലിയ വിൻമില്ലാണിത്. അപ്പം അതുകൊണ്ടാണ് അത് തന്നെ കയറി കണ്ടാക്കാമെന്ന് വെച്ച്. അത് മെയിനായിട്ട് പെപ്പറും ഈ നമ്മുടെ പീനട്സും ആയിരുന്നു അവർക്ക്. ഓയിലായിട്ട് പീനട്സും പെപ്പറിൻ്റെ ആയിരുന്നു മെയിനായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മില്ലുകൾ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഓയിൽ അവർ പ്രത്യേക ബ്രാൻഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ബോട്ടിലുകളിലാക്കി അവർ ശേഖരിച്ച് വിപണനം നടത്തുന്ന ആ ഒരു സംഭവമാണ്. അങ്ങനെ വിൻമില്ലിൻ്റെ താഴത്തെ അറയിൽ നിന്നും നേരെയാണ് ഇങ്ങോട്ട് ഒരു കോണി വെച്ചിരിക്കുന്നത്. അതിൽ കൂടി കയറി നമ്മൾ അതിന് 2-3 ഫ്ലോറുകളാണ് മൊത്തം ഉള്ളത്.
അപ്പം ലീഫൊക്കെ ഉള്ള ആ ഫ്ലോറിലോട്ട് നമ്മൾ പോകുന്നില്ല. അതിൻ്റെ മിഡിലായിട്ട് വേറൊരു ഫ്ലോറും കൂടിയുണ്ട്. ആ ഫ്ലോറിൽ കയറി ചെന്ന് കഴിഞ്ഞുള്ള ഒരു കാഴ്ചയാണിത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വാട്ടർ ബേഡ്സൊക്കെ അടി കൂടുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ മറ്റ് ദൂരത്തിലുള്ള മറ്റു മിൽസും അവിടെയുള്ള ബിൽഡിങ്സുകളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ വിൻമിൽസൊക്കെ കണ്ട് ഇറങ്ങി. അപ്പം ഈ ഐസ് കിടക്കുന്നത് കണ്ടപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ ഐസിൻ്റെ മുകളിൽ കൂടി ഒന്ന് നടക്കണമെന്നുള്ളത്. അപ്പം പിന്നീടുള്ള നമ്മുടെ ഉദ്യമം അതായിരുന്നു, നേരെ ആ ഐസിൻ്റെ മുകളിലൊന്ന് നടക്കാം. ആദ്യം ആരും ഇറങ്ങാത്തതുകൊണ്ട് ഇനി ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കാല് മുകളിലത്തെ പാടം മാത്രം ഐസായിട്ടും താഴോട്ട് വെള്ളമാണെങ്കിൽ കാല് വെക്കുന്ന വഴി താഴോട്ട് പോവുകയും കീറി കാലൊക്കെ മുറിയുന്ന ഒരവസ്ഥയൊക്കെ വരുമെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ടോണി ഗൈഡ് പറഞ്ഞു, ധൈര്യമുള്ളവർ ഇറങ്ങിക്കോ, കുഴപ്പമില്ല, തെന്നി വീഴാനുള്ള സാധ്യതയുള്ളൂ, അങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഫസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ പുറകെ പിന്നെ പലരും ഇറങ്ങി. അങ്ങനെ ആ ഒരു സംഭവം അടിപൊളിയായിട്ടങ്ങ് നടന്നു. അണ്ണാ ആവശ്യത്തിനെടുത്തോട്ടോ, ഇതുപോലൊരു സൈറ്റിങ് ഇനി കിട്ടാൻ വഴിയില്ല. ആവശ്യത്തിന് തട്ടിക്കോ, അവന് ഇരുന്ന് ഇതിക്കുള്ള മനുഷ്യൻ പോലും ഇത്രയും പോസ് ചെയ്ത് തരത്തില്ല കേട്ടോ. ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വിൻഡ് മില്ല് കേട്ടോ, ചോക്ലേറ്റിൻ്റെ വിൻഡ് മില്ലാണ്. അങ്ങനെ ആംസ്റ്റർഡാമിൽ കണ്ട കാക്ക നാട്ടിൽ നിന്ന് കുടിയേറി വന്നതാണോ എന്ന് ചോദിച്ചു നോക്കട്ടെ. ചാടാ, ചാട് ചാട് ചാട്, ഒന്ന് നീന്തി കാണിച്ചേ മോനെ, ഒന്ന് നീന്തി കാണിച്ചേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേഡ്സിനൊന്നും ഒരു മനുഷ്യനെയും പേടിയില്ല. കാരണം ഈ മനുഷ്യരെല്ലാം ഇവരെ സംബന്ധിച്ച് നിരുപദ്രവകാരികളാണ്. വാടാ വാടാ മോനെ. നമുക്ക് വളരെ സർപ്രൈസ് തന്നുകൊണ്ട് ഇവൻ ഇങ്ങനെ കയറി അടുത്തടുത്തടുത്ത് എൻ്റെ ക്യാമറയുടെ ലെൻസിൻ്റെ അടുത്ത് വരെ വന്നു. ഒരു സൂമിങ്ങിലും അല്ല നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരു പേടിയോ ഒന്നുമില്ല, അതിശയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിൻഡ് മില്ലിൻ്റെ ഏരിയ ഒക്കെ കവർ ചെയ്ത് തിരിച്ചു വന്നു. ഇവിടെ കുറേ അവരുടെ എന്താ പറയുന്നത്, അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ്, മറ്റേ വുഡ് ഷൂ അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും അതിന് പിന്നീട് കാണിക്കും. ചീസ് ഫാക്ടറി അങ്ങോട്ടൊക്കെ പോകുന്നു. പക്ഷേ ഇത് അവരുടെ കുറേ അങ്ങനെയുള്ള കുറേ കൈത്തറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ലെന്നാണ് സുധീർ ഭായ് പറയുന്നത്. പക്ഷെ എന്തായാലും പറയണം, അത് 100% ശരിയാണ് സുധീർ ഭായ് പറഞ്ഞത്. നമ്മൾ നെതർലാൻഡ്സ് വന്നിട്ടുണ്ട്, ആംസ്റ്റർഡാമിൽ പോയി അവിടുന്ന് ഈ പാക്കേജുകൾ നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെ ശരിക്കും ഈ വിൻമില്ലൊക്കെ ഉറപ്പായിട്ടും കണ്ടിട്ട് പോകുള്ളൂ. അവിടെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അതൊരു ആസ്വാദ്യകരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കൊണ്ടും അത് തീർച്ചയായിട്ടും അവിടെ പോയി ഇത് കണ്ടിട്ടേ പോകാവൂ. അത്രയ്ക്കും മനോഹരമാണ് എല്ലാം. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിരുന്ന ആ ഒരു കാലത്തെ നമുക്ക് അനുസ്മരിപ്പിക്കത്തക്ക വിധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന നെതർലാൻഡ്സിലെ വിൻമില്ലും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇനി കവർ ചെയ്യാനുള്ളത് നമ്മുടെ ചീസ് ഫാക്ടറി, അതുപോലെ വുഡൻ ഷൂസ്, അങ്ങനെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.